ഇനി നമ്മളൊരു സ്പിൻലെസ് പാർട്ടിക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണം. എ സ്പെഷ്യൽ കേസ് സ്പിൻലെസ് പാർട്ടിക്കിൾസ്. സ്പെഷ്യൽ കേസ് ഫോർ എ സ്പിൻലെസ് പാർട്ടിക്കിൾ. സ്പിൻലെസ് എന്ന് പറയുമ്പോൾ ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ജെ ഈക്വൽ ടു 0. ജെ 0 ആണെങ്കിൽ ജിയുടെ വാല്യൂ എന്ന് പറയുന്നത് 2j + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ജി ഈസ് ഈക്വൽ ടു 1. ഒരു സ്പിൻലെസ് പാർട്ടിക്കിളിൻ്റെ കേസ് ഫോർ മാസ് m നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് Q0 n ആക്കി നമ്മൾ എഴുതാണ്. അങ്ങനെയാണെങ്കിൽ Q0 n ഈക്വൽ ടു എങ്ങനെ എഴുതാം? Q0 n ഈക്വൽ ടു സിഗ്മ എൻ പി. കാരണം ഇവിടെ ഉണ്ടാവില്ല, പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവില്ല. കാരണം സ്പിൻലെസ് ആണ്, സ്പിന്നില്ലെങ്കിൽ മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഉണ്ടാവില്ല. മാഗ്നറ്റിക് മൂവ്മെൻറ്റ് ഇല്ലെങ്കിൽ അവിടെ പാരലലോ ആൻറ്റി പാരലോ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. സോ എൻ പി എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ സിഗ്മ പി സ്ക്വയർ ഡിവൈഡ് ബൈ 2m എൻ പി. Okay, there is no spin, there is no magnetic moment. That is equal to Q0 is equal to okay. ഇനി നമുക്കറിയാവുന്ന ഇക്വേഷൻ ആണ് S equal to minus KT ln of Qn. From this Qn is equal to exponential of minus A divided by KT, that is exponential of minus beta A. ദിസ് ജനറൽ ഇക്വേഷൻ ഇതിൽ നമുക്ക് കിട്ടും. എങ്ങനെ വെച്ചാൽ ഇവിടെ മൈനസ് എ ഡിവൈഡ് ബൈ കെ ടി ഈക്വൽ ടു എൽ എൻ ക്യൂ എന്ന് എഴുതാം. ദെൻ ടേക്കിംഗ് എക്സ്പൊണൻഷ്യൽ ഇപ്പോൾ ക്യൂ എൻ ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് എ ഡിവൈഡ് ബൈ കെ ടി ദാറ്റ് ഈസ് എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ എ. അങ്ങനെയാണെങ്കിൽ Q0 n ഈക്വൽ ടു നമുക്ക് എഴുതാം e മൈനസ് ബീറ്റ A0 n എന്ന് നമുക്ക് എഴുതാം. അപ്പോൾ Q0 n ഈക്വൽ ടു e മൈനസ് ബീറ്റ A0 n. Q0 n is equal to exponential of minus beta A0 n, where A0 n is the free energy for the spinless particle. Spinless particle free energy, Helmholtz energy and Q0 n എന്ന് പറയുന്നത്. സോ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ഈ ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും നോക്കാം. ദിസ് ഇക്വേഷൻ കം ഫ്രം Q of n is equal to, ഇവിടെ നോക്കാം n+ന് മാത്രമാണ് സിഗ്മ സമ്മേഷൻ വരുന്നത്. അപ്പോൾ ഈ n നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം. എക്സ്പൊണൻഷ്യൽ ഓഫ് മൈനസ് ബീറ്റ മ്യൂ ബി എൻ സിഗ്മ n + 0 to n e raised to 2 mu b beta n plus and this one. ഇപ്പോൾ നോക്കാം ഈ ഇക്വേഷൻ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ദിസ് ഈസ് ഈക്വൽ ടു Q0 n plus എന്ന് എഴുതാം. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു നമുക്ക് എഴുതാം എൻ പി മൈനസ്, അതായത് അല്ലെങ്കിൽ ദിസ് ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് Q0. ഓക്കെ, ഇവിടെ എന്താണ് വരിക? n പ്ലസ് ആണ്, ഇത് n മൈനസ് ആണ്. അപ്പോൾ n മൈനസ് എന്ന് എഴുതാം. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു e raised to minus beta mu b n sigma n plus 0 to n exponential of 2 mu b beta n plus Q0 n plus Q0 n minus Q0 n minus n plus. This is the Q of n. Then ln of Q of n is equal to minus beta mu b n plus ln of sigma n plus 0 to n e raised to 2 mu b beta n plus Q0 n plus any other exponential of this quantity, exponential of minus beta A0 n plus exponential of minus beta A0 n minus n plus.
this is the value. Then 1 by n, ln of qn is equal to minus beta mu b n ഉണ്ടാവില്ല, that plus 1 by n ln of sigma n plus 0 to n exponential of 2 mu b beta n plus exponential of minus beta a0 n plus exponential of minus beta a0 n minus n plus. ഓക്കെ, ഇനി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞിരുന്നു ലോഗ് ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ടേമിന് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും എന്നുള്ളൊരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിരുന്നു. ലോഗ് ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത് ലാർജസ്റ്റ് ടേം ഓഫ് മാക്സിമം വാല്യൂ. അപ്പോൾ മാക്സിമം വാല്യൂ എൻ പ്ലസിൻ്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എൻ പ്ലസ് ബാർ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. ഓക്കെ, അപ്പോൾ ലോഗ് ഓഫ് സമ്മേഷൻ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, ലോഗ് ഓഫ് എൻ പ്ലസിന് പകരം കൊടുത്താൽ മതി, എൻ പ്ലസ് ബാർ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി, ഈ സമ്മേഷൻ്റെ ടേം നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അതായത് ലോഗ് ഓഫ് സിഗ്മ എക്സ് എന്ന് പറയുന്നത് ലോഗ് ഓഫ് എക്സ് സ്റ്റാർ, എക്സ് സ്റ്റാർ ഇസ് ദ മാക്സിമം വാല്യൂ. ഓക്കെ, എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ഒരു കണ്ടീഷൻ നമ്മളിവിടെ അപ്ലൈ ചെയ്യാണ്. മാത്രമല്ല ഓക്കെ, നമുക്ക് അതാണ് ചെയ്യാം. അപ്പോൾ 1 by n ln of q n is equal to minus beta mu b plus 1 by n log of e raised to 2 mu b beta n plus exponential of minus beta a0 n plus exponential of minus beta a0 n minus n plus at n plus is equal to n plus bar. ഓക്കെ, ഇത് നമുക്കൊന്ന് ഡിഫറൻഷിയേഷൻ ചെയ്യാം. ഡിഫറൻഷിയേഷൻ ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു എൻ പ്ലസ്, ഡിഫറൻഷിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എൻ പ്ലസ് കൊണ്ട് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യാണ്. സോ ദിസ് ടേം വിൽ ബി ബിക്കം 0 ആൻഡ് ദിസ് വിൽ ബി ബിക്കം 0 പ്ലസ് 1 by n ആണെങ്കിൽ നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇനി 1 by n ഇൻറ്റു ലോഗ് ഓഫ് ദിസ്, ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം, ലോഗ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ എക്സ്പെൻഷൻ പോവും, ഈ എക്സ്പെൻഷനും പോവും, ഈ എക്സ്പെൻഷനും പോവും. എന്നിട്ട് ഡിഫറൻസിയേഷൻ ചെയ്യാൻ വിത്ത് റെസ്പെക്റ്റ് ചെയ്യുമ്പോൾ 2 mu b ബീറ്റ എൻ പ്ലസിൻ്റെ വരെ അതിന് വരും മൈനസ് ബീറ്റ ഡോ a0 n plus divided by ഡോ n plus minus beta ഡോ a0 n minus n plus divided by ഡോ n plus. അപ്പോൾ n plus is equal to n plus bar. ഓക്കെ, ഇനി ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ 1 by n നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഇപ്പോൾ 2 mu b b beta is equal to this quantity എന്ന് എഴുതാം. that is equal to 2 beta mu b b is equal to beta dou a0 n plus divided by dou n plus plus beta dou a0 n minus n plus divided by dou n plus. ഇക്വേഷനിലേക്ക് കിട്ടും. at n plus is equal to n plus bar. ഇനി നമുക്കറിയാം mu is equal to dou a divided by dou n ആണ്, സോറി മൈനസ് dou a divided by dou n. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, that is equal to ഓക്കെ, ഇവിടെ നെഗറ്റീവ് ഉണ്ടാവും. that is equal to ഓക്കെ, സോ നെഗറ്റീവ് ഇല്ല, ഇവിടേക്ക് നെഗറ്റീവ്, അങ്ങനെ n മൈനസ് n പ്ലസ് ആണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ ഇവിടെ നെഗറ്റീവ് വരും. ഇനി ബീറ്റയും ഈ ബീറ്റയും ക്യാൻസൽ ചെയ്തു. 2 mu b is equal to
this quantity dou A0 divided by dou n plus അതെന്തായിട്ട് വരും? that is equal to mu 0 is equal to dou A divided by dou n ആണ്, മൈനസിൽ dou A divided by dou n ആണ്. from first law of thermodynamics dou A divided by dou n അങ്ങനെയാണെങ്കിൽ this will be equal to mu 0 n plus bar upper limit നമ്മൾ കൊടുക്കുക, മാക്സിമം വാല്യൂ നമ്മൾ കൊടുക്കുകയാണ്, മൈനസ് mu 0 n minus n plus bar. okay, where mu 0 n is the chemical potential at a spinless for a spinless particle chemical potential at the for the spinless particle ആണ് mu 0 n എന്ന് പറയുന്നത്. so to obtain expression for psi we introduce a dimensionless parameter r, where r is defined by r is equal to 2 mu b divided by dou mu 0 divided by dou x into xn at x is equal to 1 by 2. Chemical potential for spinless particle can be obtained by spinless particle. To obtain the susceptibility, we introduce a dimensionless quantity r, where r is defined by r is equal to 2 mu b divided by dou mu 0 divided by dou x into xn at x is equal to 1 by 2. This is the value for the r. This is a proof. ഇതിൻ്റെ പ്രൂഫാണ് നമ്മൾ കാണാൻ പോകുന്നത്. that is magnetization is equal to mu into n plus bar minus n minus bar, that is equal to mu into 2 n plus bar minus n, that is equal to mu n r. from this 2 n plus bar minus n is equal to n r. from this n plus bar is equal to n r plus n divided by 2, that is n into 1 plus r divided by 2. Similarly, n minus bar is equal to n into 1 minus r divided by 2. Direct equation ആണ്. So, from this equation, we can write mu 0 n plus bar is equal to 1 plus r divided by 2 into n minus mu 0 1 minus r divided by 2 into n is equal to 2 mu b. from this r is equal to 0, b gets 0. r is equal to 0 നമ്മൾ mu 0 1 by 2 n minus mu 0 1 by 2 n, that is equal to സെയിം വാല്യൂ ആണ്, ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബിയുടെ വാല്യൂ എന്താണത് 0 ആയിരിക്കും. which correspond to completely random orientation of the elementary element. correspond to completely random orientation of elementary moments. for small value of b small, r should be small. b ചെറുതാണെങ്കിൽ r ന്റെ വാല്യൂ എന്നുള്ളത് ചെറുതായിരിക്കും. so carry out Taylor series expansion at r is equal to 0. how can you get this one? Taylor series expansion ആണ് നമ്മളോട് അപ്ലൈ ചെയ്യുന്നത്. from this equation. so what is get 2 mu b is equal to, what is the Taylor series of expansion? f of x is equal to f of x0 plus x minus x0 into f dash of x plus etc. okay, here x0 is equal to 0 ആണ്. അപ്പോൾ r ന്റെ വാല്യൂ 0 കൊടുക്കുകയാണെങ്കിൽ this term will become 0. അത് നമ്മളിവിടെ തൊട്ട് മുമ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 0 പ്ലസ് ഇനി ഫസ്റ്റ് വാല്യൂ x minus x0 r minus 0 r into
ഇവിടെ രണ്ട് വാല്യൂ ആണ് ഉള്ളത്. രണ്ടിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ കാണണം. വിത്ത് റെസ്പെക്ട് ടു ആർ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 0. നമുക്ക് ഇങ്ങനെ കിട്ടും ഡോ മ്യൂ 0 1 പ്ലസ് ആർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൻ ഡിവൈഡ് ബൈ ഡോ ആർ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 0 മൈനസ് ഡോ മ്യൂ 0 1 minus r divided by 2 into n divided by dou r at r is equal to 0. Okay, plus etc. ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് വരും. ദാറ്റ് നോട്ട് നീഡ്, നമുക്ക് ഇത്രയും മതി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിനൊന്ന് റെഡ്യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡോ മ്യൂ 0 ഡിവൈഡ് ബൈ ഡോ ആർ 1 പ്ലസ് ആർ ബൈ 2 ഇൻറ്റു എൻ. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? put x is equal to 1 plus r by 2, then dou x divided by dou r is equal to 1 by 2. Sorry, dou x divided by dou r is equal to 1 by 2. Okay, dou x divided by dou r is equal to 1 by 2. Then r is equal to 0. Here r is equal to 0, x is equal to 1 by 2. അവിടെ r is equal to 0 എന്നുള്ള കണ്ടീഷനാണ്. r is equal to 0 ആണെങ്കിൽ x is equal to 1 by 2. അപ്പോൾ ഈ റിലേഷൻ നമുക്ക് എങ്ങനെ മാറ്റാം? ഡോ മ്യൂ 0 എക്സ് എൻ ഡിവൈഡഡ് ബൈ ഈ ആർ നമ്മൾ പാർഷ്യൽ ഫംഗ്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യാണ്. ഡോ എക്സ് ഇൻറ്റു ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ ആർ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ഡോ എക്സ് ഡിവൈഡ് ബൈ ഡോ ആർ ദാറ്റ് ഈസ് 1 by 2. ഡോ മ്യൂ 0 എക്സ് എൻ ഡിവൈഡ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ഓക്കെ, ഇപ്പോൾ ഡോ മ്യൂ 0 ഈ വാല്യൂക്ക് പകരം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കൊടുക്കാം. സിമിലർലി ഡോ മ്യൂ 0 ഡിവൈഡ് ബൈ ഡോ ആർ 1 മൈനസ് ആർ ഡിവൈഡ് ബൈ 2 ഇൻറ്റു എൻ അറ്റ് ആർ ഇസ് ഈക്വൽ ടു 0 എന്നതിന് പകരം മൈനസ് 1 by 2 ഡോ മ്യൂ 0 ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് എൻ അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ഈ വാല്യൂ നമുക്ക് കിട്ടും. ഈ രണ്ട് വാല്യൂ നമുക്ക് ഏത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഇക്വേഷനിൽ സോ നമുക്ക് എന്ത് കിട്ടും? 2 മ്യൂ ബി ഈക്വൽ ടു ആർ ഇൻറ്റു ഇതിൻ്റെ പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1 by 2 ഡോ മ്യൂ 0 ഡിവൈഡ് ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ് എൻ. രണ്ടിലും എക്സ് 1 by 2 ആണ്. ഇനി മൈനസ് നമുക്ക് ഉണ്ടാവും പ്ലസ് ആവും. പ്ലസ് 1 by 2 ഡോ മ്യൂ 0 എക്സ് എൻ ഡിവൈഡഡ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 മ്യൂ ബി ഈക്വൽ ടു ആർ ഇൻറ്റു 1 by 2 1 by 2 സെയിം ടേം ആണ്. ഡോ മ്യൂ 0 എക്സ് എൻ ഡിവൈഡ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. From this r is equal to 2 mu b divided by dou mu 0 xn divided by dou x at x is equal to 1 by 2. This is the relation. This is the proof of r. r ന്റെ വാല്യൂ നമുക്ക് കിട്ടി. 2 mu b is equal to dou mu 0 divided by dou x എന്ന വാല്യൂ നമുക്ക് കിട്ടി. ഈ r വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സസെപ്റ്റിബിലിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ ലോ ഫീൽഡ് സസെപ്റ്റിബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ലോ ഫീൽഡ് സസെപ്റ്റിബിലിറ്റി നമ്മൾ നേരത്തെ ചെയ്തത് തന്നെയാണ്. ലോ ഫീൽഡ് സസെപ്റ്റിബിലിറ്റി ആ വാല്യൂ നമ്മൾ കാണാൻ പോകുന്നത്. സോ സസെപ്റ്റിബിലിറ്റി സൈസ് ഈക്വൽ ടു മാസ് പെർ മാഗ്നറ്റൈസേഷൻ ഡിവൈഡ് ബൈ വി ബി. മാഗ്നറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മ്യൂ എൻ ആർ ഡിവൈഡ് ബൈ വി ബി ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ എന്താണ്? ദിസ് ക്വാണ്ടിറ്റി. അപ്പോൾ എന്ത് വരും? 2n മ്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ബിയും ഇത് വിയും ക്യാൻസൽ ചെയ്തു. എൻ ബൈ വി എന്നുള്ളത് സ്മോൾ എൻ ആയിട്ട് മാറും. ഡോ മ്യൂ 0 എക്സ് എൻ ഡിവൈഡ് ബൈ ഡോ എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 by 2. സോ ഈ ഇക്വേഷൻ നമുക്കിവിടെ യൂസ് ചെയ്താൽ മതി. തുടർച്ചയായിട്ട് നമുക്ക് യൂസ് ചെയ്താൽ മതി. എന്ത് കാണാൻ? സസെപ്റ്റിബിലിറ്റി കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, ഇതാണ് ജനറൽ ഇക്വേഷൻ ഫോർ ദ ഡിറ്റർമൈൻ ദ സസെപ്റ്റിബിലിറ്റി. ഓക്കെ, ഇനി നമ്മൾ ഓരോ കണ്ടീഷൻ കാണാം. അതും T ഈക്വൽ ടു 0 കെൽവിൻ. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ തന്നെ 0 കെൽവിൻ ആകുമ്പോൾ ഉണ്ടാകുന്ന
ടെമ്പറേച്ചർ കാണണം. പിന്നെ ഇൻഫിനിറ്റി ആകുമ്പോൾ ഉണ്ടാകുന്ന സസെപ്റ്റിബിലിറ്റിയും കാണണം. അതിന് വേണ്ടി നമ്മൾ ജനറൽ ആയിട്ടുള്ള ഇൻഡിക്കേഷൻസ് ഇതാണ്. സീറോത്ത് അപ്രോക്സിമേഷൻ പ്രകാരം മ്യൂ ഈക്വൽ ടു എപ്സിലോൺ എഫ് ദാറ്റ് ഈസ് ഈക്വൽ ടു 3n ഡിവൈഡ് ബൈ 4 GV ഓൾ റേസ് ടു 2/3 h² ഡിവൈഡ് ബൈ 2m. ഇത് ആക്ച്വൽ സിസ്റ്റത്തിൻ്റെ കേസാണ് കാണുന്നത്. ആക്ച്വൽ സിസ്റ്റം ഇയർ G ഈക്വൽ ടു 2. അങ്ങനെയാണെങ്കിൽ റിസൾട്ട് എന്ന് പറഞ്ഞത് എപ്സിലോൺ എഫ് ഈക്വൽ ടു 3n ഡിവൈഡ് ബൈ 8πV ഓൾ റേസ് ടു 2/3 h² ഡിവൈഡ് ബൈ 2m. അതുപോലെ ഫസ്റ്റ് അപ്രോക്സിമേഷൻ പ്രകാരം മ്യൂ ഈക്വൽ ടു എപ്സിലോൺ എഫ് എന്ന് പറഞ്ഞാൽ ദിസ് വൺ ഇൻറ്റു 1 മൈനസ് π² ഡിവൈഡ് ബൈ 12 KT ഡിവൈഡ് ബൈ എപ്സിലോൺ എഫ് ഹോൾ സ്ക്വയർ. ദിസ് ഇസ് ദ ഫസ്റ്റ് അപ്രോക്സിമേഷൻ. ഈ രണ്ട് ഇക്വേഷനും ഒന്ന് ഓർത്ത് വെക്കാം. ഫോർ ആക്ച്വൽ സിസ്റ്റമാണ്. ഇനി ടെമ്പറേച്ചർ 0 കെൽവിൻ. ഫസ്റ്റ് കേസ് ടെമ്പറേച്ചർ ഫോർ ഓൾ ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് T ഈക്വൽ ടു 0 കെൽവിൻ. നമുക്കറിയാം μ0 n ഈക്വൽ ടു എന്താണ് 3n ഡിവൈഡ് ബൈ 4πV. ഫോർ എ സ്പിൻലെസ് പാർട്ടിക്കിളാണ്. അങ്ങനെ μ0 സ്പിൻലെസ് ആണ്. 4πV all power of 2/3 h² divided by 2m. Then μ0 xn is equal to 3nx divided by 4πV all power of 2/3 h² divided by 2m. Then dou μ0 xn divided by dou x is equal to x ഇവിടെ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2/3 x into minus 1/3 3n divided by 4πV all power of 2/3 xn divided by dou x hx is equal to 1/2. എന്ത് വരും 2/3 1/2 raised to minus 1/3. അതായത് 2/3 2 power of 1/3 വരും. റെസിപ്രോക്കൽ എടുക്കുമ്പോൾ 3n divided by 4πV all power of 2/3 h² divided by 2m. that is equal to ഇവിടെ നോക്കാം 2 all raised to 1/3 ഉണ്ട്. ഞാൻ ഇവിടെ 2/3 ഇൻറ്റു 2 raised to 1/3. ഞാൻ 2 raised to 2/3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇവിടെയും 2 raised to 2/3 കൊണ്ട് എന്ത് ചെയ്യാണ്, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ എന്ത് കിട്ടും നോക്കാം. ഇൻറ്റു 3n ഡിവൈഡ് ബൈ 4πV ഓൾ പവർ ഓഫ് 2/3 h² ഡിവൈഡ് ബൈ 2m. that is equal to ഇവിടെ 2 raised to 1/3 2 raised to 2/3. അപ്പോൾ 2 raised to 3/3 that is 2. അപ്പോൾ 4 ഡിവൈഡ് ബൈ 3 ഇവിടെ 2 raised to 2/3 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഉള്ളിൽ 2 വരും. അപ്പോൾ 3n ഡിവൈഡ് ബൈ 8πV ഓൾ പവർ ഓഫ് 2/3 h² ഡിവൈഡ് ബൈ 2m. this is equal to 4/3 epsilon f using this equation. 4/3 epsilon f. So susceptibility is equal to at temperature 0 Kelvin, that is size 0 is equal to 2n μ² divided by dou μ0 xn divided by dou x hx is equal to half. That is equal to 2n μ² divided by what is the value of dou μ0 divided by dou x hx is equal to half. 4/3 epsilon f. that is equal to 3/2 n μ² divided by epsilon f. This is the relation for the susceptibility at temperature 0 Kelvin. It is independent of temperature. What is the polyparamagnetism? At low temperature, especially low temperature, the temperature is independent. We get that experimental result. Okay, temperature independent ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. Okay, then next condition, finite temperature, finite but low temperature. Case number 2, finite but low temperature. Finite but low temperature. We have mu is equal to mu of n is equal to, from this equation, can you write this one? Mu is equal to epsilon f 1 minus π² divided by 12 kt divided by epsilon f whole square. That is epsilon f is equal to
3n divided by 8 pi v not here. Then mu 0 n is equal to mu 0 n എന്നാണ് സ്പിൻലെസ് പാർട്ടിക്കിൾ ആണ്. സ്പിൻലെസ് പാർട്ടിക്കിൾ ആകുമ്പോൾ ജിയുടെ വാല്യൂ 1 ആയിരിക്കും. അപ്പോൾ ഇവിടെ ജിക്ക് എന്ത് കൊടുത്താൽ മതി, 1 കൊടുത്താൽ മതി ഇക്വേഷനിൽ. അപ്പോൾ എന്ത് കിട്ടും, 3n divided by 4 pi v all power of 2 by 3 h square divided by 2m into 1 minus pi square divided by 12 kt divided by epsilon f whole square എന്ന് കിട്ടും. Then mu 0 xn is equal to 3nx divided by 4 pi v whole power of 2 by 3 h square divided by 2m 1 minus pi square divided by 12 kt divided by epsilon f whole square. Then dou mu 0 xn divided by dou x is equal to 2 by 3 x raised to minus 1 by 3 3n divided by 4 pi v all power of 2 by 3 h square 1 minus pi square divided by 12 kt divided by epsilon f whole square. That is equal to dou mu 0 xn divided by dou x hx is equal to 1 by 2. അങ്ങനെ എഴുതാം, 2 by 3 2 raised to 1 by 3 3n divided by 4 pi v all power of 2 by 3 h square 1 minus pi square divided by 12 kt divided by epsilon f whole square. ഇത് നമ്മൾ 2 into 2 by 3 2 power of 2 by 3 കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്യുക, ഡിവൈഡും ചെയ്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 4 by 3 എന്നുള്ളൊരു ഇക്വേഷൻ കിട്ടും. 4 by 3 ഇവിടെ 8 വരും, 8 pi v വരും, ദറ്റ് ഈസ് എപ്സിലോൺ എഫ്. ഈ റിസൾട്ട് നമ്മൾ നേരത്തെ ചെയ്തതാണ്. 1 മൈനസ് പൈ സ്ക്വയർ ഡിവൈഡ് ബൈ 12 kt divided by epsilon f whole square. Okay, this is the value of dou mu 0 x divided by dou x. Then susceptibility is equal to 2 nu n mu square divided by dou mu 0 xn divided by dou x at x is equal to 1 by 2. That is equal to 2n mu square divided by 4 by 3 epsilon f 1 minus pi square divided by 12 kt divided by epsilon f whole square. That is equal to 3 by 2 n mu square divided by epsilon f 1 minus pi square divided by 12 kt divided by epsilon f whole square all raised to minus 1. What is this value? 3 by 2 n mu square divided by epsilon f. That is the susceptibility at temperature is equal to 0 Kelvin. So it will be written as psi 0 into 1 minus pi square divided by 12 kt divided by epsilon f whole square all raised to minus 1. This is the value for the susceptibility at a finite but low temperature. At a finite but low temperature. Okay. Next we are discussing about the temperature is tends to infinity. Temperature at T tends to infinity. Okay, we have n by v is equal to g divided by lambda cube f 3 by 2 z. Its temperature is infinity, z is very less than 1. So f of 3 by 2 z is approximately is equal to written as z. And for a spinless particle g is equal to 1. Then mu is equal to kt ln of z, that is equal to kt ln of n lambda cube divided by g varum, g is equal to 1 varum. This is the mu for g neither n lambda cube divided by g. This relation we already പഠിച്ചു വെച്ചതാണ്. ഇനി for spinless particle mu 0 n is equal to kt ln of
n lambda cube divided by v. Here n is equal to n by v. Then mu 0 xn is equal to kt ln of n x lambda cube divided by v. Then dou mu 0 xn divided by dou x is equal to kt log into derivative n x lambda cube divided by v. പിന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് n lambda cube divided by v എന്ത് വന്നു n lambda cube divided by v രണ്ടിലും ക്യാൻസൽ ചെയ്തു kt divided by x എന്ന് വരും. then dou mu 0 xn divided by dou x at x is equal to 1 by 2 is equal to x ന് വാല്യൂ 1 by 2 കൊടുക്കുമ്പോൾ 2 kt. then susceptibility at infinity is equal to 2n mu square divided by dou mu 0 xn divided by dou x at x is equal to 1 by 2 is equal to 2n mu square divided by 2 kt, that is equal to n mu square, that is infinite susceptibility is equal to n mu square divided by kt. This is the relation for the susceptibility. Here susceptibility is inversely proportional to temperature, that is a Curies law. Okay, we get the temperature dependence at a high temperature, low temperature independent. ഓക്കെ, ഇത്രയാണ് നമ്മളെ കേസുള്ളത്. സോ കാര്യങ്ങൾ വളരെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. പോളി പാരാമാഗ്നറ്റിസം 3 ടെമ്പറേച്ചറിൽ നമ്മൾ കണ്ടു. ടി ഈക്വൽ ടു 0 കെൽവിൻ, ടി ഒന്ന് ഫൈനൈറ്റ് ടെമ്പറേച്ചർ ബട്ട് ലോ ടെമ്പറേച്ചർ ആയിരിക്കും, ടി എന്നുള്ളത് ഇൻഫിനൈറ്റ് ടെമ്പറേച്ചർ. ഓക്കെ, ഇനി അടുത്ത സെക്ഷനാണ് ലാൻഡോ ഡയാമാഗ്നറ്റിസം. സോ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു വെരി മച്ച്.